വാർത്തകൾ വിശദമായ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കേരളത്തിന്റെ അവയവദാനം ചരിത്രത്തിൽ പുതിയ ചരിത്രം കുറിക്കുകയാണ്. റോഡപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായ അരുൺ ഷെറിൻ ദമ്പതികളുടെ 10 മാസം പ്രായമുള്ള മകൾ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ അവയവങ്ങൾ 4 കുഞ്ഞുങ്ങൾക്ക് പുതുജീവിതമേകും. ഇന്നലെ രാത്രി 10:30 കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തെ വിവിധ ആശുപത്രിയിൽ എത്തിച്ച അവയവങ്ങൾ ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെക്കുകയാണ്. വിവരങ്ങളുമായി വിനയരാജ് ചേരുന്നുണ്ട്. വിനയ, തിരുവനന്തപുരത്തെ വിവിധ ആശുപത്രിയിലാണ് അവയവങ്ങൾ എത്തിക്കുന്നത്. ശസ്ത്രക്രിയയിലൂടെയാണ് ഈ ഒരു അവയവമാറ്റം നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് മുല്ലപ്പള്ളി സ്വദേശികളുടെ 10 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞായിട്ടുള്ള ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ അവയവങ്ങളാണ് 4 ജീവനുകൾക്ക് പുതുജീവൻ നൽകുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ കൊച്ചിയിൽ നിന്നുമാണ് 3 മണിക്കൂറിനുള്ളിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി 10:30 കൂടിയാണ് തിരുവനന്തപുരത്ത് എത്തുന്നതും പിന്നീട് തിരുവനന്തപുരത്തെ വിവിധ ആശുപത്രികളിൽ വെച്ച് അവയവങ്ങൾ ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. 6 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനാണ് കിംസ് ആശുപത്രിയിൽ കരൾ മാറ്റിവെക്കുന്നത്. ഈ 10 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ കരളാണ് ഈ 6 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് മാറ്റിവെക്കുന്നത്. അതിന്റെ സങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയകളടക്കം തന്നെ ആശുപത്രിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയുടെ വൃക്കകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 10 വയസ്സുള്ള കുട്ടിക്കാണ് ദാനം ചെയ്തിരിക്കുന്നത്. ഈ ശസ്ത്രക്രിയ ഇന്നലെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഹൃദയവാൽവ് ശ്രീചിത്ര ആശുപത്രിയിലും നേത്രപടലങ്ങൾ അമൃത ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 7:13 കൊച്ചിയിൽ നിന്നും ഈ ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അത്രത്തോളം ഈ ഗതാഗത കുരുക്കടക്കം രൂക്ഷമാകുന്നൊരു സാഹചര്യത്തിൽ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പോലീസ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഈ അമൃത ആശുപത്രിയിൽ നിന്നും കുന്നുംപുറം, ഇടപ്പള്ളി, വൈറ്റില, കുണ്ടന്നൂർ, തൃപ്പൂണിത്തറ, തലയോലപ്പറമ്പ്, കോട്ടയം, ചെങ്ങന്നൂർ, വെഞ്ഞാറമൂട്, കഴക്കൂട്ടം വഴിയാണ് കിംസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഈ മാർഗമെല്ലാം തന്നെ പോലീസ് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കടക്കം തന്നെ പരിഹരിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. പൊതുജനങ്ങൾക്ക് നിർദ്ദേശമടക്കം നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് കൈകോർത്തുകൊണ്ടായിരുന്നു ഈ കൊച്ചിയിൽ നിന്നും ഈ അവയവങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് വേണം പറയാൻ. കാരണം പോലീസ് അടക്കം അഭ്യർത്ഥിക്കുന്ന രീതിയിലേക്ക് എത്തുന്നു. ഈ 3 മണിക്കൂറിനുള്ളിൽ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളടക്കം തന്നെ ഒരു ജാഗ്രത പാലിക്കണം. ഈ ആംബുലൻസ് വരുന്ന സമയം തിരക്ക് ഒഴിവാക്കേണ്ടതാണ്. ആംബുലൻസിന് വഴിയൊരുക്കുന്ന സാഹചര്യം ഉണ്ടാകണമെന്നൊരു അഭ്യർത്ഥനയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് കഴിഞ്ഞതാണ് നമ്മൾ പലപ്പോഴായി കണ്ടതാണ് ഈ അവയവങ്ങളടക്കം ദാനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നതും തിരുവനന്തപുരത്തിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തിക്കുന്നതടക്കം തന്നെ കണ്ടതാണ്. പക്ഷെ അതെല്ലാം തന്നെ എയർ ആംബുലൻസ് മുഖേനയായിരുന്നു. ആദ്യമായാണ് ആംബുലൻസിൽ റോഡ് മാർഗം ഒരു അവയവം അല്ലെങ്കിൽ അവയവങ്ങൾ തിരുവനന്തപുരത്തേക്ക് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. അത് 3 മണിക്കൂറിനുള്ളിലാണ് 3 മണിക്കൂർ കൊണ്ടാണ് ഈ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും ഒരുമിച്ച് അതിന് കൈകോർത്തു എന്ന് തന്നെ വേണം പറയേണ്ടത്. ഫെബ്രുവരി 5-നുണ്ടായ വാഹനാപകടം, ആ വാഹനാപകടത്തിലാണ് കുട്ടിയുടെ അല്ലെങ്കിൽ 10 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. പിന്നീട് തിരുവല്ലയിലും ചങ്ങനാശ്ശേരിയിലും അടക്കം തന്നെ വിവിധ ആശുപത്രികളിൽ കൊണ്ടുപോയി പരിശോധന നടത്തുന്നു. അതിനുശേഷമാണ് വിദഗ്ധ പരിശോധനയ്ക്കായി അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം വരെ ഈ ആശുപത്രി അധികൃതരടക്കം തന്നെ ഡോക്ടർമാരടക്കം തന്നെ വലിയ രീതിയിലുള്ള ചികിത്സ അടക്കം തന്നെ കുട്ടിക്ക് നൽകുന്നു. കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങളടക്കം ഉണ്ടാകുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസമാണ് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ കാര്യം തന്നെയാണ്. കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് മാതാപിതാക്കൾ അറിയുന്ന സമയം അതിനുശേഷം പിന്നീട് ഈ അവയവങ്ങൾ തൻ്റെ കുട്ടിയുടെ ജീവൻ നഷ്ടമായെങ്കിലും തൻ്റെ കുട്ടിയുടെ ഈ അവയവങ്ങൾ മറ്റു ആളുകളിലൂടെ ജീവിക്കട്ടെ എന്ന് ആ മാതാപിതാക്കൾ തീരുമാനിച്ചത്, കുട്ടിയുടെ അച്ഛൻ തീരുമാനിച്ചത് തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യമായത്. അങ്ങനെയാണ് ഈ കുട്ടിയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു നിലയിലേക്ക് എത്തുന്നത്. പല തിരുവനന്തപുരത്തിലെ വിവിധ ആശുപത്രികളിൽ കഴിഞ്ഞ ദിവസം തന്നെ ശസ്ത്രക്രിയ പൂർത്തിയായിട്ടുണ്ട്. അതേസമയം തന്നെ കുട്ടിയുടെ സംസ്കാരം നാളെ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ വൈകിട്ട് 3:30 നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്.
നടക്കുക. ശരി, വ്യക്തമാണ്. കേരളത്തിൽ അവയവദാനത്തിൽ പുതിയ ചരിത്രം കുറിക്കുകയാണ്. റോഡ് അപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായ അരുൺ ഷെറിൻ ദമ്പതികളുടെ 10 മാസം പ്രായമുള്ള മകൾ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ അവയവങ്ങളാണ് 4 കുഞ്ഞുങ്ങൾക്ക് ജീവിതം നൽകുന്നത്. ഇന്നലെ രാത്രി 10:30യോടെയാണ് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തെ വിവിധ ആശുപത്രികളിൽ അവയവങ്ങൾ ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിനിയ രാജാണ്.